നമസ്കാരം. വർക്ക് എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ നിസ ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് തേങ്ങയുടെ മൊത്തി ഉപയോഗിച്ച് എങ്ങനെ ഫ്ലവർ നിർമ്മിക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഫ്ലവർ ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസ് ആണ് ഈ വെച്ചിരിക്കുന്നത്. ഇതാണ് തേങ്ങയുടെ മൊത്തി, പിന്നെ മച്ചിങ്ങ അല്ലെങ്കിൽ മെളിച്ചിൽ എന്ന് പറയും, കമ്പി, ഗ്രീൻ ടാപ്പ്, ബീഡ്സ്, ബ്രഷ്, ഫാബ്രിക് പെയിൻറ്, ഫിനിക്സ് പേപ്പർ അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പർ, പശ, ഗ്ലൂ ഗണ്ണ്, കത്രിക, ഒരു വേസ്റ്റ് ക്ലോത്ത്. ബ്രഷ് തുടക്കാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റ് ക്ലോത്ത്. ആദ്യം നമ്മൾ ഇതിന് പെയിൻറ് കൊടുക്കണം. ഫാബ്രിക് പെയിൻ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാനായിട്ട് വെക്കുക. ഇനി അടുത്തത് മച്ചിങ്ങ അല്ലെങ്കിൽ വെളിച്ചിൽ എന്ന് പറയുന്ന ഇതിൻ്റെ മുകളിലും പെയിൻറ് ചെയ്യാം. രണ്ട് കോട്ട് അടിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ട് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ കമ്പിക്ക് ഗ്രീൻ ടാപ്പ് അല്ലെങ്കിൽ ഫിനിക്സ് പേപ്പർ ചുറ്റി കൊടുക്കണം. നിങ്ങൾക്ക് വേണേൽ ഗ്രീൻ ടാപ്പ് എടുക്കാം. ഞാനിവിടെ ഫിനിക്സ് പേപ്പറാണ് അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പർ എന്നും പറയുന്നതിന്. ഇത് ചെറിയൊരു പീസ് വെട്ടിയെടുക്കുക. പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പൂവിന് ലീഫ് വേണം. അപ്പോൾ ചെറിയൊരു പീസ് ഇതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ മടക്കിയതിന് ശേഷം നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. പേപ്പറിനെ നടു മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ലീഫ് കിട്ടി. ഇങ്ങനെ വെട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഷേപ്പാക്കി കൊടുക്കുക. ഇതേപോലെയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ലീഫുകൾ നിങ്ങൾ വെട്ടിയെടുക്കുക. കുറച്ച് നീളത്തിൽ വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ലീഫായി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ബീഡ്സ് പൂമ്പൊടി പോലെ നിറയെ ഇട്ട് കൊടുക്കണം. ബാക്കി ഭാഗം തട്ടിക്കളഞ്ഞാൽ നമുക്ക് പോയി കിട്ടും. കുറച്ച് മുന്നേ ചുറ്റി വെച്ച കമ്പിയുടെ അറ്റം ചെറുതായൊന്ന് മടക്കി കൊടുക്കുക. ഇതാ ഇതേപോലെ റൗണ്ടായി മടക്കിയതിന് ശേഷം ഇങ്ങനെ കണ്ടില്ലേ, ഇതേ ടൈപ്പിൽ മടക്കിയതിന് ശേഷം
പൂവിൻ്റെ അടിഭാഗത്ത് ഇത് ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇത് പൂവിൻ്റെ മൊട്ടാണ്, മൊട്ടായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ കമ്പി ഇതിനും നിങ്ങൾ വെക്കുക. അതേപോലെ മൊട്ടിൻ്റെ ഭാഗവും ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് പൂവും മൊട്ടുകളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വെക്കാം. ഇതേപോലെ ഇലകൾ ഇങ്ങനെ ഓരോ പൂവിനും മൊട്ടിനും വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവർ പോട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കാം.